ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇതേ ഹൈദരാബാദിൽ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളിത് രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു. രാവിലെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഐക്യയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഷാക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മെനു ആയിട്ടൊന്നും ഇല്ലാന്നുണ്ട്, കാരണം സമയം 11:30. തുടക്കത്തിൽ സത്യത്തിൽ വലിയൊരു ഹോളിൽ വന്നിട്ടിരിക്കുകയാണ്. ഫുഡ് കിട്ടുമെന്നൊന്നും അറിയില്ല. അതുപോലെ ചെയറും കാര്യങ്ങളുണ്ട്. നമ്മൾ തൊട്ട് തുടങ്ങി രാവിലെ ആയിരുന്നു, സ്റ്റാർട്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ആരും വന്ന് ഓർഡർ എടുത്തില്ല, ഒന്നും പറഞ്ഞില്ല. ഭയങ്കര പുള്ളി കുറച്ചാൽ നമ്മൾ വന്നിരിക്കുന്നു. താഴെ നല്ല തിരക്കുണ്ട്, പക്ഷേ ഡൈനിങ് ഏരിയയിൽ ആരുമില്ല. സംഭവം റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡും ചെറുതായിട്ടൊന്നും ശരിയല്ല. പലരും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് ചായ വെച്ചപ്പോൾ ഇവിടെ ചായ ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് ചായ വാങ്ങിച്ചപ്പോൾ ആ ചായ അലൗഡ് അല്ലെന്ന് പറഞ്ഞത്. അതേ ഫുഡ് വന്നിട്ടുണ്ട്, മരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, മട്ടൺ റോഗൻ ജോഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനും ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഹൈ ചിക്കൻ കാലി കിട്ടിയല്ലോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുഡ് വന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഐക്യ കയറണം. ഇതാണ് ഐക്യ, ഇവിടുത്തെ ഹൈദരാബാദ് ഐക്യ. അത്യാവശ്യം വലുതാണ്. ഫുഡ് കഴിച്ചിട്ട് വയറ് നല്ല സീൻ, അതായത് നല്ല സ്പൈസി ആയിരുന്നു. അപ്പം നമ്മളെന്തെങ്കിലും സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പിസ്ത ഹൗസ് പിന്നെ തപ്പി പോവാണ്. ഐക്യയിൽ വന്നതാണ്. എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. ഫേമസ് ആവുന്ന ഈ പൊറോട്ട എന്തൊരു സാധനം? ദിൽകുഷ് പാട്ട്. ഇതെന്താന്ന് ഈ സംഭവം? നമ്മുടെ മറ്റേ കാക്കനാടുള്ള പോലത്തെ ഷിപ്പ് ആയിരിക്കൂലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലാസ്റ്റ് ചാർമിനാർ വന്നിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു വരുന്നത്. ഇതേ ചാർമിനാറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചാർമിനാർ സ്ട്രീറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട ഹൈദരാബാദിൻ്റെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഇത് ഓൾഡ് ഹൈദരാബാദിൻ്റെ ഭാഗമാണ്. ഫുള്ള് മുസ്ലിം ഏരിയ ആണ്. എല്ലാ കടയും ഓൺ ബൈ മുസ്ലിംസ്. ഫുള്ള് ചുബയും മറ്റേ തൊപ്പിയിട്ട കാക്കമാർ. ഇവിടെ ഫുള്ള് ഇതേപോലെ ഡ്രസ്സിൻ്റെ കട കേട്ടോ. ഫുള്ള് വർക്കുള്ള ഉണ്ടോ, ലഹങ്കയോ ലാച്ചയോ അങ്ങനെ എന്താ ഒരു സാധനം. ഫുള്ള് ആ കടകളാണ്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽ അക്ബർ ഫാസ്റ്റ് ഫുഡിൽ വന്നേക്കാണ്. ഇവിടുത്തെ ചിക്കൻ 65-ഉം പൊറാട്ടയാണ് ഫേമസ്. ഇപ്പം നമ്മൾ ചാർമിനാറിൻ്റെ സ്ട്രീറ്റിലെത്തിയത്. അതാണ് ചാർമിനാർ, അതിൻ്റെ തൊട്ട് സൈഡിലാണ്. ഇത് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നു. ചില്ലി ചിക്കൻ അൽ അക്ബർ. വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല, വലിയ. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് ഞാനും യൂട്യൂബൊക്കെ വഴി കണ്ടതാട്ടോ അൽ അക്ബർ. ഇത് നമ്മളിവിടെ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ 65. പഞ്ഞി പോലെ ഇരിക്കുന്നു, അതായത് ബജ്ജിയൊക്കെ പോലെ. പിന്നെ തന്തൂരി ചിക്കൻ. കൊള്ളാവോ? അടിപൊളി. ഞാൻ ആക്ച്വലി ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ടൈലൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ഇങ്ങനെ കളറും ചെയ്തിട്ടുണ്ടായില്ല. ഇതിപ്പോൾ ഫുൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ സ്റ്റോണിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഷോപ്പിങ്ങിലാണ്. കമ്മലും മാലയും മാഗ്നറ്റും. नहीं नहीं नहीं
നമ്മൾ ഫുള്ള് സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഫുള്ള് ലൈറ്റാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ ഈ ഫേമസ് ആയിട്ടുള്ള മിലൻ ജ്യൂസ് സെൻറ്ററിൽ പോകാൻ പോകുന്നത്. അവിടെ ആണ് മിലൻ. നമ്മൾ വന്ന വഴി തന്നെയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അതെ, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്താനായി അവിടെയാണ്. ഫൈറൂസ് അവിടെ. കട്ട് ചെയ്തിട്ടുണ്ടാവൂലേ? ശരിക്കും സത്യത്തിൽ മിലനെ പോലെ വേറെ ഏതെങ്കിലും ഈ മിലൻ ജ്യൂസ് സെന്റർ പോലെ അതിനും നല്ലത് ഉണ്ടാവൂലേ? പിന്നെ ഇത് മാത്രം ഫേമസ് ആവുമ്പോ പാൻ എന്തൊക്കെ കിട്ടി? യെസ്, അതാണ് മിലൻ. എന്താ പറയണ്ടേ? മിലനിലെത്തിയില്ലേ? ഇതാണ് മിലൻ ജ്യൂസ് സെന്റർ. യെസ്, സന്തോഷമായ ഷഹദൂദ് മലായി. പിന്നെ മറ്റേ ഇത് ഈ സാധനം ഷഹദൂദ് മലായി. പിന്നെ ഇത് ഇവിടെ ചെക്ക് ചെയ്യാം. വാ, എനിക്ക് ഡ്രൈ ഫ്രൂട്ട് എനിക്ക് ഇത് തന്നെ വേണം. ഫ്രൂട്ട് കസ്റ്റർഡ്, ഒരു മലായി. ഡ്രൈ ഫ്രൂട്ട് सीताफल है, फ्रूट सलाद है. सीताफल पंच ये वाला है ना? ठीक है. ये वाला कौन सा? ये मैंगो फलूदा. ड्राई फ्रूट फलूदा, मैंगो फलूदा. ഇത് കസ്റ്റാർഡ് മിക്സ് ചെയ്യണ്ടോ? ഇതാണ് ഇവിടുത്തെ ഫേമസ് ഷഹദൂദ് മലായി. യെസ്, ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരാം കേട്ടോ. അതിനൊന്നും വേണ്ടേ? ഷുഗർ പ്ലാനൊക്കെ ഫുള്ള് തെറ്റി, ഫുള്ള് തീറ്റ തന്നെയാണ്. മിസ്റ്റർ സിറാജുദ്ദീൻ, സ്ട്രീറ്റിനോടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല തിരക്കായി. ഫുള്ള് ട്രാഫിക്കാണ് ഈ റോഡിൽ. എന്തിനാണ് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഈ റോഡിലൊന്നും ശരിക്ക് വണ്ടി അനുവദിക്കാണ്ട് പെഡസ്ട്രിയൻ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതേ ഫസ്റ്റ് ഡേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ കയറാൻ പോകാം. ചാർമിനാറിലെ ഷോപ്പിങ്ങും പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് അങ്ങനെ ഈ മട്ടിൽ കയറി. അപ്പോൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി തിരിച്ച് എല്ലാവരും നല്ല ടയേർഡാണ്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് കഴിച്ച് ഇപ്പോൾ എത്തിയിട്ട് വയറിന് വലിയൊരു സുഖമില്ല, കൂടുതൽ മസാലയൊക്കെ. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് പെരുന്ന് ക്ഷീണിച്ച്. പിന്നെ നമ്മളിപ്പോൾ
ചാർമിനാർ പോയപ്പോൾ നല്ല ട്രാഫിക് കിട്ടി. തിരിച്ച് 30 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടോ. എല്ലാവരും ഡെഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ഞാൻ ഷവർ എടുത്തിട്ട് കിടന്നുറങ്ങാൻ പോവാണ്.